ബഹുമാന്യരായ പണ്ഡിതർ, പ്രാസ്ഥാനിക നേതാക്കൾ, SSFന്റെ സംസ്ഥാന ട്രഷറർ വി അബ്ദുൽ ജലീൽ സഖാഫി, വൈസ് പ്രസിഡന്റ് N അബ്ദുൾ റസാഖ് സഖാഫി, സെക്രട്ടറിമാരായ VPM ഇസ്ഹാഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉലമാക്കളെ, സംഘടനാ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യത്തെ മഖ്ദൂം അവാർഡിന് അർഹനായ ബഹുമാനപ്പെട്ട താരൂവണ അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് ശമനം കൊടുത്ത് ആഫിയത്ത് നൽകുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് മഹാനവറുകൾ അതിന് അർഹനാണ്. ഒരു ആലിം എന്ന് പറയുമ്പോൾ തന്നെ അമല് ചെയ്യുന്നതിൽ എന്ന പോലെ തന്നെ താൻ പ്രവർത്തിക്കുന്ന ഏത് കാര്യങ്ങളിലും തികഞ്ഞ ഇഖ്ലാസ്, ഇതെല്ലാം ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലുപരിയായി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം ത്യാഗങ്ങൾ വഹിച്ച ഒരു വ്യക്തിത്വമാണ്. എത്ര നമ്മുടെ സ്ഥാപനങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ മഹാനവറുകൾ കാരണക്കാരനായത്. അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കുന്നത് ദീനിൽ ജീവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അറിവുകൊണ്ടാണെന്നതിൽ സന്ദേഹമില്ല. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പ്രത്യേക അറിവിനെ കുറിച്ചാണ് അൽ ഇൽമു എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ചത്. ആ അറിവ് ഇസ്ലാമിൻ്റെ ജീവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്, അല്ലെങ്കിൽ അതിൻ്റെ ആ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ധാരാളം തെളിവുകൾ വേണ്ട. ദീനിയായ അറിവുകൾ ഉള്ള രാജ്യങ്ങളും അല്ലാത്ത രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട് പോലെ അല്ലെങ്കിൽ അതിലുപരിയായി ഭൂരിപക്ഷം വരുന്ന മുസ്ലിമുകളുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അവരെ ഇസ്ലാം അവരുടെ മുസ്ലിം നാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. മുസ്ലിമിൻ്റെ പേര് അവർക്കുണ്ട് എന്ന് മാറ്റിവെച്ചാൽ അവരും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ഇസ്ലാം പറയുന്ന നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അത് അവർക്ക് അറിഞ്ഞുകൂടാ. ഇസ്ലാം പറയുന്ന സ്വഭാവം എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. ഇസ്ലാം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളുടെ സമുച്ചയമാണ്. ഇസ്ലാമിൻ്റെ അടിത്തറ, ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്ന മഹത്തായ ആ വസ്തുതയിലാണ്. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ആ വിശ്വാസം വെച്ച് പുലർത്തുന്നവനാണ്, 100% ആ വിശ്വാസമുള്ളവനാണ് മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറയുന്നത്. അവൻ്റെ പേരിലാണ്, അവനാണ് ഇസ്ലാം പറയുന്ന ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് സ്വീകരിക്കപ്പെടുന്നു, സ്വീകാര്യമാകുന്നത്. ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇസ്ലാം പറയുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവം കേവലം ഒരു മനുഷ്യനുണ്ടാകേണ്ട സ്വഭാവം എന്നതിലുപരി പിന്നെയും കുറേ സ്വഭാവങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. ആ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഇതെല്ലാം പഠിപ്പിക്കുന്ന സംവിധാനമുണ്ടാകണം. നമ്മുടെ കേരളത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് മാറ്റി നിർത്തിയത് തന്നെ ഇതാണ്. ഇതിൻ്റെ പ്രാഥമികമായുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം മദ്രസയിൽ നിന്നാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ള മദ്രസ സംവിധാനം മറ്റ് രാജ്യങ്ങളിൽ എവിടെയും, ഇന്ത്യ രാജ്യത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ കേരളത്തിലെ ഈ മെത്തേഡ് മറ്റ് ചില രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. ഇനി ഇസ്ലാമിൻ്റെ രാജ്യങ്ങളെന്ന് പറയുന്ന ഇതര രാജ്യങ്ങളിൽ ചെന്നാൽ പോലും അവിടുത്തെ ഇസ്ലാമിക രീതി നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സൂക്ഷിച്ചാണ്. കാരണം അവിടെ നടക്കുന്ന സ്കൂളിൽ 1-2 പീരീഡുകൾ മാത്രം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. നമ്മുടെ നാട്ടിലെ പോലെ മദ്രസ സംവിധാനം അവിടെ കാണുകയില്ല. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ചില സ്ഥാപനങ്ങൾ, ധാരാളം ഇംഗ്ലീഷ് മീഡിയങ്ങളുണ്ട്. ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം ഒരു കുട്ടിയെ പഠിപ്പിച്ചു. മദ്രസ പാഠം ആ കുട്ടിക്ക് കിട്ടിയില്ല. 1-2 പീരീഡുകൾ മാത്രമാണ് ആ കുട്ടി ഇസ്ലാമികമായി പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും മദ്രസയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടിയുടെ ഇസ്ലാമികമായ അറിവോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായി തന്നെ ആ കുട്ടിക്ക് അത് ചെയ്യാനോ കഴിയില്ല എന്നൊരു വസ്തുതയാണ്. ഈ രീതിയാണ് നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ മദ്രസ സംവിധാനം, ആ സംവിധാനം ഇവിടെ വരുത്തുന്നതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു പങ്ക് വഹിച്ച മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തരുവണ അബ്ദുള്ള മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ ധാരാളം ആലിമീങ്ങൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർ, മഹാന്മാരായ സാദാത്യങ്ങളൊക്കെ എല്ലാ കാലത്തും നമുക്ക് താങ്ങും തണലും മഹാന്മാരായ സയ്യിദുമാരും ആലിമീങ്ങളുമാണ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് അലി ബാഫഖി തങ്ങൾ സുഖമില്ലെങ്കിലും എല്ലാ പരിപാടികൾക്കും കൃത്യമായി എത്തും. ഇന്ന് ഞങ്ങൾ ആദ്യം ധരിച്ചുപോയി, ബഹുമാനപ്പെട്ടവർക്ക് ഉസ്താദിൻ്റെ അരികിലേക്ക് കയറി വരാൻ കഴിയില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ പോയെങ്കിലും ഞങ്ങളിവിടുത്തെ ഉടനെ ബഹുമാനപ്പെട്ട തങ്ങൾ എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട തരുവൺ ഉസ്താദിനെ എത്തുകയും ആ കർമ്മം തന്നെ, അവാർഡ് ദാനം തന്നെ മഹാനവറുകളുടെ കയ്യാൽ നടത്തപ്പെടുകയും ചെയ്തു. അള്ളാഹു മഹാനായ തങ്ങളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ താജുൽ ഉലമ, നമ്മുടെ എല്ലാമായ മഹാനായ താജുൽ ഉലമ തങ്ങളവർക്ക് അള്ളാഹു ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനായ കാന്തപുരം ഉസ്താദ് തുടങ്ങിയുള്ള ധാരാളം ഉസ്താദുമായ ആലിമീങ്ങൾ, ഒരുപാട് ആളുകൾ, പലരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇപ്പം ഇന്നലെ നമുക്കറിയാം നമ്മുടെ സമസ്ത ജമീയത്തുൽ ഉലമായുടെ മുസാവറങ്ങളിൽ ഒരാളായിരുന്നു. തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു അറിയപ്പെട്ട പണ്ഡിതനുമായിരുന്നു മഹാനായ ഇബ്രാഹിം മുസ്ലിയാർ. അദ്ദേഹം ഇന്നലെ വഫാത്തായി. ഖബറിടം അള്ളാഹു സ്വർഗത്തൊപ്പാക്കി കൊടുക്കുമാറാവട്ടെ.
നാം ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കാരവും ദുആവും ഒക്കെ നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് മറ്റ് കാര്യങ്ങളൊക്കെ ഇനിയുള്ള പ്രസംഗങ്ങളിൽ വരാൻ പോകുന്നു. ഇവിടെ തന്നെ 3-4 ദിവസമായി ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പറ നടത്തി വരുന്ന ഖുർആൻ പ്രഭാഷണം അതിൻ്റെ ഒക്കെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ മഹാനായ ഉസ്താദിനെ പരിചയപ്പെടുത്തിയുള്ള പ്രസംഗം അടക്കമുള്ള എല്ലാം നടക്കാൻ പോകുന്നു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.